എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പുലരി ടിവിയുടെ പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങൾ നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക്, പ്രത്യേകിച്ച് സഹകരണങ്ങൾക്ക് എല്ലാം നന്ദിയും കൂടെ പറയുകയാണ്. പുലരി ടി വി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്റർനാഷണൽ പുലരി ടി വി അവാർഡ് എന്ന പേരിൽ ചലച്ചിത്ര, സീരിയൽ, ചലച്ചിത്ര, ടെലിവിഷൻ, പിന്നെ ഷോർട്ട് ഫിലിം, നമ്മളെ ഡോക്യുമെന്ററീസ്, അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ വീഡിയോ, അതിൽ കഴിവുള്ളവരെയൊക്കെ നമ്മൾ കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് പുരസ്കാരങ്ങൾ നൽകുകയാണ്. പക്ഷെ അതിനകത്ത് ഒരു ക്രൈറ്റീരിയ ഉള്ളത്, ഇവിടെ വരുന്ന പുലരി ടി വിയിലേക്ക് വരുന്ന എൻട്രികളിൽ നിന്ന് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. പിന്നെ ഈ വർഷം മുതൽ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ജനകീയ സിനിമ. അത് പുലരി ടി വിയുടെ നമ്മൾ ജൂറി, ഞങ്ങൾ ഒന്നടങ്കമാണ്. പുലരി ടി വിയുടെ പ്രവർത്തകരും ജൂറി അംഗങ്ങളും ഞങ്ങളുടെ മീഡിയ ടീമും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഒരു മികച്ച ജനകീയ സിനിമ കണ്ടെത്തുന്നുണ്ട്. അത് എൻട്രിയിലല്ല. അതുപോലെ തന്നെ ഒരു മികച്ച സീരിയലിനെയും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. 3ാമത്തെ പുലരി ടി വി അവാർഡാണ്. അത് ഈ ഓരോ വർഷത്തിൽ കൊടുക്കുന്നതുകൊണ്ട് അത് ആ വർഷം എന്ന് പറയും. ഇപ്പോൾ 2025 അതാണ് ഈ അവാർഡിന്റെ ഡിക്ലറേഷൻ. അതെ, ഇത് ഒരു IPTV, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ TV, 24x7. കാരണം 24 മണിക്കൂർ 7 ദിവസം ആ കണക്കാക്കിയിട്ട് എല്ലാ ദിവസവും കിട്ടുന്നതാണ്. എന്റർടൈൻമെന്റ് TV ആണ്. ഇതിൽ ഞങ്ങൾക്ക് ഈ ജൂറിയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നത്, ആക്ച്വലി എല്ലാം ഒരുവിധം കലാസൃഷ്ടി ഒക്കെ കുഴപ്പമില്ലാത്തതായിരുന്നു. നല്ല കലാകാരന്മാരായിരുന്നു, കലാകാരികളായിരുന്നു. ഇതിനകത്തുള്ള സിനിമകൾ ഇത്തിരി കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞങ്ങൾക്ക് ഇതൊരു കറക്റ്റ് ഒരു സെലക്ട് ചെയ്തെടുക്കാൻ ഏതാണ്ട് ഒപ്പത്തിനോടൊപ്പം നിന്നു. എന്നാലും ഫൈനൽ അങ്ങോട്ട് ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ ഓക്കെ ചെയ്ത് പോയിട്ടുള്ളത്. അത് പ്രത്യേകം പറയാം. കാരണം ഇത് ബാക്കി മത്സരിച്ചവരൊന്നും മോശക്കാരുമല്ല. ഞങ്ങൾ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. അതുപോലെ ഒറിജിനൽ നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ. കാരണം രണ്ടും ഒരുപോലെ നല്ലതാണ്, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഒരു ഫൈനലിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഒരു അവാർഡ് ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ ഞാനത് തുടങ്ങാം. ഇതിനകത്ത് മികച്ച ജനപ്രിയ സിനിമ ആണ് ആദ്യമുള്ളത്. അത് ഇതിനകത്ത് എൻട്രി വന്നതല്ല. പിന്നെ പുലരി ടി വിയുടെ സെക്ഷനും ഈ ജൂറി സെക്ഷനും എല്ലാം കൂടെ സെലക്ട് ചെയ്ത പടമാണ്. അപ്പോൾ മികച്ച ജനപ്രിയ സിനിമ തുടരും. നിർമ്മാതാവ് M. രഞ്ജിത്ത് ആണ് ഇപ്പോൾ ഏറ്റവും ജനപ്രിയ സിനിമയായിട്ട് വന്നിരിക്കുന്നത്. കാരണം അതിനകത്ത് 2-3 റെഫറൻസ് എടുത്തു. എന്നാലും കൂടുതൽ അതിനകത്തൊരു മികച്ചത് അല്ലെങ്കിൽ കൂടുതൽ അഭിപ്രായമുള്ളത് എന്നുള്ള രീതിയിലാണ് തുടരും വന്നത്. മികച്ച സിനിമ ഉറ്റവർ. നിർമ്മാതാവ് ഫിലിം ഫാന്റസി ആണ്. ഉറ്റവറാണ് ഏറ്റവും നല്ല സിനിമ. മികച്ച സംവിധായകൻ അനിൽ ദേവ്. ചലച്ചിത്രം ഉറ്റവർ. മികച്ച നവാഗത സംവിധായകൻ AR വാടിക്കൽ. ചലച്ചിത്രം മദർ മേരി. എൻ്റെ ഒരു കോപ്പീസ് എല്ലാം തരും കേട്ടോ. മികച്ച നടൻ നീരജ് മണിയമ്പിള്ള രാജു. 2 ചിത്രങ്ങളുണ്ടായിരുന്നു. ചിത്രം ഭൂ ത്രയം, ഇതിനാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. മികച്ച നടി ലാലി PM. സിനിമ മദർ മേരി. ഒരാളും കൂടെ ഉണ്ട്, മഞ്ജു നിഷാദ്. സിനിമ ട്രേസിംഗ് ഷാഡോ. മികച്ച പുതുമുഖ നടി ആതിര സുധീർ. ചലച്ചിത്രം ഉറ്റവർ. മികച്ച ബാലതാരം 2 പേരുണ്ട് അതിനകത്ത്. മികച്ച ബാലതാരം തന്മയ സോൾ. ചിത്രം ഇരുനിറം. പിന്നെ കാശ്മീര സുഗീഷ്, അത് ഒരുമ്പെട്ടവൻ പടം. മികച്ച തിരക്കഥാകൃത്ത് AR വാടിക്കൽ. ചിത്രം മദർ മേരി. മികച്ച സംഗീത സംവിധായകൻ റാം ഗോപാൽ ഹരികൃഷ്ണൻ. ചലച്ചിത്രം ഉറ്റവർ. മികച്ച BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറർ രഞ്ജിനി സുധീരൻ. ചലച്ചിത്രം മിലൻ. മികച്ച പിന്നണി ഗായകൻ അൻവർ സാദത്ത്. ചലച്ചിത്രം മിലൻ. അലോഷ്യസ് പെരേര. ചലച്ചിത്രം തൂലിക. മികച്ച പ്രോജക്ട് ഡിസൈനർ സഞ്ജു S. സാഹിബ്. ചലച്ചിത്രം ഉറ്റവർ. മികച്ച കുട്ടികളുടെ ചലച്ചിത്രം, അതിന്റെ സംവിധായകൻ ജിൻഡോ തോമസ് ആണ്. ചിത്രത്തിന്റെ പേര് ഇരുനിറം എന്നാണ് ചിത്രത്തിന്റെ പേര്. അത് കുട്ടികളുടെ ചിത്രമാണ്. പിന്നെ ഉള്ളത് മികച്ച സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിലിം ഡയറക്ടർ. അതൊരു തമിഴ് ഡയറക്ടറാണത്. തമിഴ് പടത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ശരവണ ശക്തി. ചിത്രം പോസ്റ്റ് കാർഡ്. ഇത്രയുമാണ് സിനിമയുടെ ഒരു ഡിക്ലറേഷൻ ഉള്ളത്. മികച്ച ജനപ്രിയ സീരിയൽ ഗീതാ ഗോവിന്ദം, ഏഷ്യാനെറ്റ്. മികച്ച സീരിയൽ മാംഗല്യം തന്തുനാനെ, RP
മികച്ച സംവിധായകൻ ശ്രീജിത്ത് പല്ലേരി, സീരിയൽ മാംഗല്യം തന്തുനാനെ, സൂര്യ TV. മികച്ച നടൻ പ്രയാൻ വിഷ്ണു, സീരിയൽ സുഗമോ ദേവി, ഫ്ലവേഴ്സ് TV. മികച്ച നടി സുസ്മിത പ്രഭാകരൻ, സീരിയൽ സുഗമോ ദേവി, ഫ്ലവേഴ്സ് TV. പുതുമുഖ നടി ആർച്ചെ എസ് നായർ, സീരിയൽ സാന്ത്വനം 2, ഏഷ്യാനെറ്റ്. ആതിര, സൂര്യ TV. ഗായത്രി ദേവി എൻ്റെ അമ്മ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, മഴവിൽ മനോരമ. മികച്ച ലൈവ് ദൃശ്യ സാക്ഷി വിവരണം ഡോക്ടർ പ്രവീൺ എരവങ്കര, തൃശൂർ പൂരം, കൈരളി ന്യൂസ്. മികച്ച ക്യാമറാമാൻ പ്രിയൻ, സീരിയൽ പവിത്രം, ഏഷ്യാനെറ്റ്. മികച്ച എഡിറ്റർ അനന്തു, സീരിയൽ പെയ്തൊഴിയാതെ, സൂര്യ TV. മികച്ച മേക്കപ്പ് രഞ്ജിത്ത് തിരുവല്ലം, സീരിയൽ ടീച്ചറമ്മ, ഏഷ്യാനെറ്റ്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വിനീത് വിശ്വനാഥൻ, സീരിയൽ മഹാലക്ഷ്മി, ഫ്ലവേഴ്സ് TV. മികച്ച കലാസംവിധായകൻ സക്കീർ ഹുസൈൻ, സീരിയൽ മൗനരാഗം, ഏഷ്യാനെറ്റ്. മികച്ച കോസ്റ്റ്യൂം തമ്പി ആര്യനാട്, സീരിയൽ പവിത്രം, ഏഷ്യാനെറ്റ്. ഇതിൽ ഡബ്ബിംഗ് ലേഡികൾ വന്നിട്ടില്ല, അതിൻ്റെ എൻട്രികൾ വന്നിട്ടില്ല. ശരിക്കും നായകനും നായികയെ വന്നിട്ടുള്ളൂ. വില്ലൻ, വില്ലത്തി അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്യുന്നവരുടെ പേരുകളൊന്നും എൻട്രി വരാത്തത് കൊണ്ടാണ് ഇനി അടുത്ത വർഷം 2026 ഈ സീരിയലിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക, ഇവർക്കും കൂടി കൊടുക്കുക. കാരണം ഒരുപാട് ഇപ്പൊ തന്നെ നമുക്ക് ഉള്ളവരെ കൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പലരും നല്ല നല്ല സീരിയലുകളും നല്ല നല്ല നടീനടന്മാരെയും കണ്ടിട്ടുണ്ടാവും. അപ്പം അവർക്ക് എന്ത് കൊടുക്കാത്തത്? നമുക്ക് വരുന്നത് മാത്രമേ, ഈ ഉള്ളതിൽ ഏറ്റവും മികച്ചതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം നമുക്ക് അവരോട് പറയാം, കുറച്ചും കൂടിയും നല്ല നല്ല ആക്ടേഴ്സിനും ആക്ടറിനും കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്. നന്ദി, നമസ്കാരം. ഇന്റർനാഷണൽ പുലരി TV ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി അവാർഡാണ് ഡിക്ലെയർ ചെയ്യുന്നത്. മികച്ച ഷോർട്ട് ഫിലിം ഉപ്പ്, നിർമ്മാതാവ് KPMSM HSS NSS യൂണിറ്റ്. മികച്ച സംവിധായകൻ MS ദിലീപ്, ഷോർട്ട് ഫിലിം ഉപ്പ്. ശ്രീ വിശാഖ് PV, ഷോർട്ട് ഫിലിം മൃദുല 2 ആൻ ആർട്ടിക്കിൾ. മികച്ച സംവിധായിക ഫീമെയിൽ ജയ മേനോൻ, ഷോർട്ട് ഫിലിം സ്റ്റെയിൽമേറ്റ്. ലിനി സ്റ്റാലി, ഷോർട്ട് ഫിലിം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. മികച്ച നടൻ പ്രകാശ് വടകര, ഷോർട്ട് ഫിലിം സ്റ്റെയിൽമേറ്റ്. മികച്ച നടി ജയ മേനോൻ, ഷോർട്ട് ഫിലിം സ്റ്റെയിൽമേറ്റ്. മികച്ച ബാലതാരം കാർത്തിക് NJ, ഷോർട്ട് ഫിലിം ഉപ്പ്. മികച്ച ബാലതാരം മറ്റൊന്ന് അലോക അനുരാഗ്, ഷോർട്ട് ഫിലിം ഉപ്പ്. മികച്ച ബംഗാളി സംവിധായകൻ ഡോക്ടർ പ്രദീപ് കുമാർ S, ഷോർട്ട് ഫിലിം നാനോ ക്യാപ്സൂൾ ഐന. മികച്ച തമിഴ് സംവിധായകൻ പുരന്ദ്രദാസ് S, ഷോർട്ട് ഫിലിം ഉരി മൈ കുറൽ. മികച്ച മയക്കുമരുന്ന് ബോധവൽക്കരണ ഷോർട്ട് ഫിലിം കുരുക്ക്, നിർമ്മാതാവ് ദീപ്തി കളപ്പുരയ്ക്കൽ, പ്രിൻസിപ്പൽ സെന്റ് ജോസഫ് ടാബ് സ്കൂൾ, കുണ്ടൂർ. മികച്ച വുമൻസ് പ്രൊട്ടക്ഷൻ അവയർനെസ് ഷോർട്ട് ഫിലിം സംവിധായകൻ ഷിനോജ് മാധവൻ, ഷോർട്ട് ഫിലിം ദ ബ്ലൂ നൈറ്റ്. മികച്ച ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിം സംവിധായകൻ അരുൺ K. ചിരായത്, ഷോർട്ട് ഫിലിം ചുള്ളി ദി കൈൻ ലിങ്ക്. മികച്ച ചിൽഡ്രൻസ് മലയാളം ഷോർട്ട് ഫിലിം സംവിധായകൻ മുഹാജിർ കരുളായ്, ഷോർട്ട് ഫിലിം റംബൂട്ടൻ. മികച്ച ചിൽഡ്രൻസ് തമിഴ് ഷോർട്ട് ഫിലിം സംവിധായകൻ PA മുരുകൻ, ഷോർട്ട് ഫിലിം മൈ ഡാഡി ഈസ് മൈ ഹീറോ. മികച്ച റിവഞ്ച് ഷോർട്ട് ഫിലിം സംവിധായകൻ അഭിലാഷ് ചന്ദ്രൻ, ഷോർട്ട് ഫിലിം മിമോസ കുടിക്കാം. മികച്ച ലവ് സ്റ്റോറി ഷോർട്ട് ഫിലിം സംവിധായകൻ ഡോക്ടർ ഗോപകുമാർ G, ഷോർട്ട് ഫിലിം റീകൈൻഡിൽ. മികച്ച ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ കമലാലയം കുമാർ, ഷോർട്ട് ഫിലിം നീലി. മികച്ച എക്സ്പെരിമെന്റൽ ഷോർട്ട് ഫിലിം സംവിധായകൻ ആദർ തോമസ്, ഷോർട്ട് ഫിലിം മായ. ഷജീർ VS വലിയകർ, ഷോർട്ട് ഫിലിം ഡെത്ത് ഷാഡോ. ജിബിൻ ആന്റണി, ഷോർട്ട് ഫിലിം രണ്ടാം മുറിവ്. അടുത്തത് ബെസ്റ്റ് ചാലൻ അവാർഡ്സ് ആണ്. വിനീഷ് വാസു, സംവിധായകൻ, ഷോർട്ട് ഫിലിം ഒരു വിശുദ്ധ താരാട്ട്. വിഷ്ണു ശ്രീകുമാർ, സംവിധായകൻ, ഷോർട്ട് ഫിലിം ഓൺ ദി വേ.
ശരത് കെ ബാബു സംവിധായകൻ ഷോർട്ട് ഫിലിം അൻവർ, ഉത്തമൻ പി സംവിധായകൻ ഷോർട്ട് ഫിലിം അടുപ്പ്, അനിൽ സണ്ണി സംവിധായകൻ ഷോർട്ട് ഫിലിം അരളി, വിനോദ് കുമാർ കണ്ണൻ സംവിധായകൻ ഷോർട്ട് ഫിലിം പൊടി തോസൈ തമിഴ്, അനു പി എസ് സംവിധായകൻ ഷോർട്ട് ഫിലിം ദി കപ്പ് ഓഫ് ലൈഫ്, വിജയകുമാർ സംവിധായകൻ ഷോർട്ട് ഫിലിം പാരഡൈസ് തമിഴ്, സെൽവൻ പൊയ്യ സംവിധായകൻ ഷോർട്ട് ഫിലിം കരട്, ടി സുനിൽ പുന്നക്കാട് മികച്ച നടൻ ഷോർട്ട് ഫിലിം 100 മില്യൺ സ്റ്റാർസ്, ഡോക്ടർ മനു സി കണ്ണൂർ മികച്ച നടൻ ഷോർട്ട് ഫിലിം നൈമിഷികം, അഭിജിത് കൃഷ്ണ നടൻ ഷോർട്ട് ഫിലിം ലവ് ബേ. അടുത്തതായി ടാലന്റ് അവാർഡ്സ് ആണ്. അനൂജ് മാധവൻ സംവിധായകൻ ഷോർട്ട് ഫിലിം പ്രോമിസ്, സുബിൻ ആർ വി സംവിധായകൻ ഷോർട്ട് ഫിലിം അവസരം, ഷാൻഡോ കുടീരിക്കൽ സംവിധായകൻ ഷോർട്ട് ഫിലിം ഉള്ളറകൾ, തമ്പി ആര്യനാട് സംവിധായകൻ ഷോർട്ട് ഫിലിം ലൈഫ് ബോട്ട്, നൗഫൽ ലാൽ സംവിധായകൻ ഷോർട്ട് ഫിലിം ഭാവി ഭൂതം വർത്തമാനം, സുജിത് സുധാകരൻ സംവിധാനം ഷോർട്ട് ഫിലിം മാരിക് തമ്പ്ര, ഷിബു വരമ്പിൽ സംവിധായകൻ ഷോർട്ട് ഫിലിം അവൾ, സുഗുണൻ മികച്ച നടൻ ഷോർട്ട് ഫിലിം മാരിക് തമ്പ്ര, കോവിലൂർ രാധാകൃഷ്ണൻ മികച്ച നടൻ ഷോർട്ട് ഫിലിം പാഴ്ക്കിനാക്കൽ, രജികുമാർ മികച്ച നടൻ ഷോർട്ട് ഫിലിം സന്തുഷ്ട കുടുംബം, തങ്കച്ചിയമ്മ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഷോർട്ട് ഫിലിം മണിയൻ, അഡോൺ ജിജോ ബാലനടൻ ഷോർട്ട് ഫിലിം കിച്ചുവും കൂട്ടരും, കമൽ തുളസി സംഗീത സംവിധായകൻ ഷോർട്ട് ഫിലിം ഏകാന്തത, സന്ദീപ് ശ്രീജു മികച്ച എഡിറ്റർ ഷോർട്ട് ഫിലിം ദി ഗ്രേറ്റ് നൈറ്റ്, അലക്സ് ആന്റണി മികച്ച ക്യാമറ ഷോർട്ട് ഫിലിം ഒന്നാം സമ്മാനം ഭാഗ്യവാന്. ഡോക്യുമെന്ററി അവാർഡ് 2025 മികച്ച ഡോക്യുമെന്ററി കെ ജയകുമാർ കവിത ഹൃദയം തൊട്ടെഴുതുമ്പോൾ, നിർമ്മാതാവ് വിജയൻ മുരുക്കുമ്പുഴ. മികച്ച ഡോക്യുമെന്ററി സംവിധായിക ബിന്ദു നന്ദന, ഡോക്യുമെന്ററി ഛായ മൻസ. ഒരുപാട് പുതിയതായിട്ട് വരുന്നുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതുപോലെ പുലരി ടി വി പോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു IP ചാനൽ അവാർഡ്സ് നമുക്കൊരു കറേജ് തന്നെ ആയിക്കോട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ പറയാണ്. നമ്മുടെ കിട്ടിയ എൻട്രീസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ പുലരി ടി വി മ്യൂസിക്കൽ വീഡിയോ അവാർഡാണ്. മികച്ച മ്യൂസിക്കൽ വീഡിയോ പൊന്മകൾ, നിർമ്മാതാവ് പ്രഭ TK. മികച്ച സംവിധായകൻ സനിൽ സണ്ണി, മ്യൂസിക്കൽ വീഡിയോ പൊന്മകൾ. മികച്ച സംവിധായക കാർത്തിക തണ്ണിക്കൽ, മ്യൂസിക്കൽ വീഡിയോ സങ്കീർത്തനം 23, ഓർമ്മ മാകന്തം, സർവം കൃഷ്ണാർപ്പണമസ്തു. മികച്ച സംഗീത സംവിധായകൻ സുനിൽ SP, മ്യൂസിക്കൽ വീഡിയോ ദി ബ്ലൂ ത്രെഡ്, ലവ് ഡൈനാമിക്സ്, സിഗ. മികച്ച ഗാനരചയിതാവ് സ്മിത്ത് ശ്രേഷ്ഠ, മ്യൂസിക്കൽ വീഡിയോ ഉയരാം. മികച്ച ക്യാമറാമാൻ ഷാബു JR, മ്യൂസിക്കൽ വീഡിയോ പൊന്മകൾ. മികച്ച ഗായകൻ സുമേഷ് ഐരൂർ, മ്യൂസിക്കൽ വീഡിയോ സർവം കൃഷ്ണാർപ്പണമസ്തു. മികച്ച ഗായിക ലക്ഷ്മി ജയൻ, മ്യൂസിക്കൽ വീഡിയോ സ്നേഹരാജൻ. മികച്ച നടൻ പ്രഭാസ് കണ്ണൻ, മ്യൂസിക്കൽ വീഡിയോ പൊന്മകൾ. മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ ശ്രീജിത്ത് മാരിയൽ, മ്യൂസിക്കൽ വീഡിയോ ഖൽബിലാണെന്നും ഉമ്മ. മികച്ച തമിഴ് മ്യൂസിക്കൽ വീഡിയോ സംവിധായകൻ ശബരിദാസ് കൊമ്മേരി, മ്യൂസിക്കൽ വീഡിയോ കനവിൽ വന്നവളെ. മികച്ച ഫെസ്റ്റിവൽ മ്യൂസിക് വീഡിയോ സംവിധായകൻ അഭിലാഷ് ചന്ദ്രൻ, മ്യൂസിക് വീഡിയോ തിരുവോണപ്പൂവ്. മികച്ച ഫാമിലി ഓറിയന്റഡ് മ്യൂസിക്കൽ വീഡിയോ സംവിധായകൻ ഡോക്ടർ RS പ്രദീപ്, മ്യൂസിക്കൽ വീഡിയോ ഖൽബിലാണെന്നും ഉമ്മ. മികച്ച ലവ് സ്റ്റോറി മ്യൂസിക്കൽ വീഡിയോ സംവിധായകൻ SS ജിഷ്ണുദേവ്, മ്യൂസിക്കൽ വീഡിയോ ലവ് യു ബേബി. മികച്ച ലവ് സ്റ്റോറി മ്യൂസിക്കൽ വീഡിയോ സംവിധായിക രേണുക വിജയകുമാരൻ, മ്യൂസിക്കൽ വീഡിയോ മധുര നൊമ്പരം. മികച്ച താരാട്ട് മ്യൂസിക്കൽ വീഡിയോ ഗാനരചയിതാവ് വിശ്വനാഥൻ വദേശ്വരം, മ്യൂസിക്കൽ വീഡിയോ കണ്ണനോട്. മികച്ച സ്റ്റോറി ടെല്ലിംഗ് മ്യൂസിക്കൽ വീഡിയോ ഗാനരചയിതാവ് ബിജു തെക്കേടത്ത്, മ്യൂസിക്കൽ വീഡിയോ പള്ളിവാൾ ചിലമ്പുലി. മികച്ച റാപ്പ് മ്യൂസിക്കൽ വീഡിയോ സംഗീത സംവിധായകൻ ജുവൽ M ആന്റണി, മ്യൂസിക്കൽ വീഡിയോ ലൈഫ് ഓഫ് മനുജ. നെക്സ്റ്റ് ഈസ് ബെസ്റ്റ് ടാലന്റ് അവാർഡാണ്.
ഡോക്ടർ ജോസ് തങ്കച്ചൻ സംവിധായകനും ഗാനരചയിതാവും. മ്യൂസിക്കൽ വീഡിയോ നാഥനേകും ദിവ്യവിരുന്ന് വിദ്യാരംഗം ഉണരുകയായി. ആസാദ് എം തിരൂർ സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ തോരാത്ത മഴ. സുരേഷ് അമ്പാടി സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ മണ്ണിൽ പിറന്ന ദിവ്യസ്നേഹം. സുജാത കട്ടപ്പന സംവിധായിക. മ്യൂസിക്കൽ വീഡിയോ പ്രണയതീരം. സുദിനം സജികുമാർ സംഗീത സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ ഓ സത്യമേ. ദിനേശ് വകയാട് സംഗീത സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ കരുണാ കടാക്ഷം. ആദിത്യ രാജീവ് സംഗീത സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ വ്യഥ. ഗോപൻ സാഗരി സംഗീത സംവിധായകൻ. മ്യൂസിക്കൽ വീഡിയോ ദി ബൈബിൾ. എൽദോ പോൾ ഗായകൻ. മ്യൂസിക്കൽ വീഡിയോ കൂട്ടം തെറ്റിയൊരാട്ടിൻകുട്ടി. അലോഷ്യസ് പെരേര ഗായകൻ. മ്യൂസിക്കൽ വീഡിയോ പാർവതി വല്ലഭ. ചന്ദ്രശേഖർ ബി ഗായകൻ. മ്യൂസിക്കൽ വീഡിയോ പറയുവാൻ എന്തിനിത്ര നാണം. സുഷമ പ്രവീൺ ഗായിക. മ്യൂസിക്കൽ വീഡിയോ മഴ പോലെ പെയ്തൊരിഷ്ടം. അഞ്ജു ഗണേഷ് ഗായിക. മ്യൂസിക്കൽ വീഡിയോ മധുര മലയാളം. മിനി അനിൽ ഗായിക. മ്യൂസിക്കൽ വീഡിയോ മേടപ്പൊന്ന്. രാജു ജെയിംസ് ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ സ്നേഹരാജൻ. വിജയലക്ഷ്മി ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ ഗുരുവായൂരിലും. വിജയ മുരളീധരൻ ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ കർണപീയൂഷം. ലളിത അശോക് ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ നീ പറഞ്ഞ വാക്കിലെ കൃഷ്ണഗംഗ. കലാറാണി ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ ദി ബൈബിൾ. സതീഷ് കുമാർ ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ ഉത്രാട രാവിൽ. ഗോകുലകൃഷ്ണൻ ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ വിഷുക്കണി. ഷാജിമോൻ കുഴിവോയിൽ ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ കാരിരും പാണിമേൽ. അജയ് വെള്ളരിപ്പണ ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ പാർവതി വല്ലഭ. കൺഗ്രാജുലേഷൻസ് സർ. പി മുത്തുകുമാരൻ തമിഴ് ഗാനരചയിതാവ്. മ്യൂസിക്കൽ വീഡിയോ ഉന്നാമം പോതും. സാബു കൃഷ്ണ നടൻ. മ്യൂസിക്കൽ വീഡിയോ തിരുവോണശലഭങ്ങൾ. സ്റ്റാൻലി സാമുവൽ നടൻ. മ്യൂസിക്കൽ വീഡിയോ ഗന്ധർവരാഗം. ഓമന ഉണ്ണി നടി. മ്യൂസിക്കൽ വീഡിയോ മകൾ. അവാർഡ് കിട്ടിയ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു മറ്റു ലാംഗ്വേജുകളിൽ നിന്നും അല്ലെ നമ്മുടെ മലയാളത്തിലായാലും സീരിയലുകളിൽ നിന്നും സിനിമകളിൽ നിന്നൊക്കെ എല്ലാവരും ഒരു എൻട്രി ഇതിലേക്ക് നൽകാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അങ്ങനെ പുലരി ടി വിയെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളൊരു പ്രോഗ്രാം ആകുമ്പോൾ പൊതുവെ എല്ലാവരും വിചാരിക്കും ഇത് പുലരി ടി വിക്ക് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ കച്ചവടമല്ലേ. ആക്ച്വലി പുലരി ടി വി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അല്ലെങ്കിൽ അവാർഡ് തുടങ്ങിയത് തന്നെ പുലരി ടി വിയുടെ അഡ്വർടൈസ്മെന്റ് ആണ്. പുലരി ടി വി പ്രൊമോട്ട് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്. ഇതിന്റെ സാരഥി എന്ന് പറയുന്നത് ജിത്രോസ് യോഹന്നാനാണ്. പുള്ളി ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഞാനത് അതിന്റെ ഡയറക്ടറായത് പ്രോഗ്രാം ഡയറക്ടറായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഒരു ഒറ്റയാൾ പട്ടാളത്തിൽ തന്നെ തുടങ്ങി ഇപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ലൈവായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പല നമ്മുടെ സിനിമയുടെ മിക്ക PR-ഒമാരും അവർക്ക് ന്യൂസുകൾ അയക്കുന്നുണ്ട്. ആ ന്യൂസുകളെല്ലാം ഇവിടെ നിന്ന് ഇത് കാനഡയിൽ നിന്നാണ് സ്ട്രീം ചെയ്യുന്നത്. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് കാനഡയിൽ നിന്ന് സ്ട്രീമിൽ പോകുന്നു. അങ്ങനെയാണ് ഈ പുലരി ടിവിയുടെ ഒരു ഫംഗ്ഷൻ തന്നെ. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.